ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ രാവിലെ എണീറ്റ് ഞാൻ മോർണിംഗ് റൂട്ടീൻസ് ഓരോന്നായിട്ട് ചെയ്യാണ്. പിന്നെ റൂമിൽ വന്നിട്ട് കേർട്ടൻസ് നീക്കുക, ബെഡ്ഷീറ്റ് ഒക്കെ ഒന്ന് വിരിച്ചിടുകയാണ് കേട്ടോ ചെയ്യണത്. ഇപ്പോൾ മഴയൊക്കെ പെയ്യാൻ തുടങ്ങിയതുകൊണ്ട് തന്നെ രാവിലെ എണീക്കുമ്പോൾ റൂമിൽ വെളിച്ചം കുറവേക്കാരം. പിന്നെ കുറച്ചധികം സമയം എടുത്തിട്ടാണ് സൺലൈറ്റ് ഒക്കെ വരിക. എനിക്കാണെങ്കിൽ അത്യാവശ്യം നല്ല വെളിച്ചം വേണം കേട്ടോ റൂമിക്ക്. എത്രത്തോളം സൺലൈറ്റ് കിട്ടുമോ അത്രയും ഞാൻ ഹാപ്പിയാവും. അങ്ങനെ ബെഡൊക്കെ വിരിച്ച് സെറ്റ് ചെയ്തിട്ട് പിന്നെ ഞാൻ പോയിട്ടൊരു ഗ്ലാസ് ചായ എടുത്തിട്ടുണ്ട്. ഇനി എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്യാനുണ്ട്. അപ്പം അതൊക്കെ ഒന്ന് എഴുതി കൊടുക്കുക കേട്ടോ ചെയ്യണത്. അപ്പോൾ ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ബുക്കിലാണ് ഞാൻ എൻ്റെ ബിസിനസ്സിൻ്റെയും അല്ലെങ്കിൽ യൂട്യൂബിൻ്റെയൊക്കെ കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെക്കലുള്ളത്. അപ്പോൾ ഇതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെക്കാനുണ്ടായിരുന്നു. കുറച്ച് വീഡിയോ ഐഡിയാസും പിന്നെ ഞാൻ എഡിറ്റ് ചെയ്ത കുറച്ച് വീഡിയോസിൻ്റെ കാര്യങ്ങളും അങ്ങനെയൊക്കെ. പിന്നെ ഒരു കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു, ഞാൻ ലെഫ്റ്റ് ഹാൻഡ് യൂസ് ചെയ്തിട്ടാണോ എഴുതലുള്ളത് എന്നൊക്കെ. അല്ല കേട്ടോ, റൈറ്റ് ഹാൻഡ് യൂസ് ചെയ്തിട്ട് തന്നെയാണ്. പിന്നെ വീഡിയോയിൽ ഫ്രണ്ട് ക്യാം മോഡിൽ എടുത്തുകൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെ തോന്നണത്. ഈ ഒരു ബുക്കിലുള്ള പേജസ് അവർ ഡിവൈഡ് ചെയ്തിട്ട് അതിൻ്റെയൊക്കെ ഇടയിലായിട്ട് ബൈൻഡിങ് ഷീറ്റ് ഇങ്ങനെ ജസ്റ്റ് വെച്ചിട്ടുണ്ട് കേട്ടോ, പല കളറിലുള്ളത്. അപ്പോൾ അതെനിക്ക് നല്ല യൂസ്ഫുൾ ആയിട്ട് തോന്നി. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഇതിൽ ഞാൻ യൂട്യൂബിൻ്റെയും ഇൻസ്റ്റഗ്രാമിൻ്റെയും എൻ്റെ ബിസിനസ്സിൻ്റെയൊക്കെ കാര്യങ്ങൾ എഴുതുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഞാനിങ്ങനെ ഓരോന്നിലായിട്ടാണ് കേട്ടോ എഴുതൽ. അതായത് ഓരോ ഷെയ്ഡ് വെച്ചിട്ടാണ് ഞാനത് മനസ്സിലാക്കലുള്ളത്. ഇപ്പം യെല്ലോ ഉള്ള സൈഡിൽ എൻ്റെ ബിസിനസ്സിൻ്റെ കാര്യങ്ങൾ എഴുതാം, പിങ്ക് ഷെയ്ഡ് വരുന്നിടത്ത് എൻ്റെ യൂട്യൂബിൻ്റെ കാര്യങ്ങൾ, അങ്ങനെയൊക്കെ ഡിവൈഡ് ചെയ്തിട്ടാണ് എഴുതലുള്ളത്. അപ്പോൾ ഒന്നും കൂടെ നല്ല ഓർഗനൈസ്ഡ് ആയിട്ടും നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും കാര്യം എഴുതാനോ നോക്കാനോ ഉണ്ടെങ്കിൽ ആ ഒരു കളറുള്ള സൈഡ് മറിച്ച് നോക്കിയാലും മതി. അപ്പം അതെനിക്ക് നല്ല യൂസ്ഫുൾ ആയിട്ട് തോന്നിയതുകൊണ്ട്. പിന്നെ ഞാൻ എൻ്റെ ബോട്ടിലിൽ വെള്ളം തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൊണ്ടുവന്ന് ഫില്ല് ചെയ്ത് വെക്കുന്നുണ്ട്. ഇനി കുറച്ച് പോളറോയിഡ്സ് ഒന്ന് കട്ട് ചെയ്യാനുണ്ട്. ഇതിൽ 3 ഷീറ്റ് പോളറോയിഡ്സും പിന്നെ ബാക്കി 2 ഷീറ്റ് പോളറോയിഡ്സ് അല്ലാണ്ട് തന്നെ നോർമൽ പോളറോയിഡ്സിൻ്റെ സൈസിൽ പ്രിൻ്റ് ചെയ്തിട്ടുള്ള ഫോട്ടോസുമാണ്. അത് വെച്ചിട്ടൊരു ആൽബം പോലെ ചെയ്യാനാണ് കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ പോളറോയിഡ്സ് ആണ് കട്ട് ചെയ്യണത്. പിന്നെ കുറച്ച് ദിവസം മുന്നേ ഒരു കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ 7th തോന്നുന്നുണ്ട്, 7th പഠിക്കണ ഒരു കുട്ടിയാണ്. അപ്പം ഇങ്ങനെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം, അപ്പം അങ്ങനെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമോ അങ്ങനെ ചോദിച്ചിട്ട്. അതിൻ്റെ മുന്നേയും അങ്ങനത്തെ കമൻറ്റ്സ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് ഏജും ക്ലാസ്സൊക്കെ പറഞ്ഞിട്ട് എനിക്കിങ്ങനെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമോ, അതൊക്കെ പ്രശ്നമാണോ എന്ന് ചോദിച്ചിട്ട്. പിന്നെ ഇൻസ്റ്റയിലും കുറച്ച് പേര് പേഴ്സണലായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പഠിക്കണ ക്ലാസ് പറഞ്ഞിട്ട് ഞാൻ 3ാം ക്ലാസ്സിലാണ് പഠിക്കണത്, അതുകൊണ്ട് എനിക്കിപ്പോൾ ഇത് തുടങ്ങാൻ പറ്റുമോ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ എന്നൊക്കെ ചോദിച്ചിട്ടൊക്കെ.
അപ്പോൾ അതിന് കോമൺ ആയിട്ടുള്ളൊരു റിപ്ലൈ ആയിട്ട് എനിക്ക് പറയാനുള്ളത്, ഞാൻ മുന്നേ ഒക്കെ പറഞ്ഞ പോലെ തന്നെ ഏജും ക്ലാസ്സും ശരിക്കും ഈ ഒരു ബിസിനസ് തുടങ്ങാൻ ഒരു പ്രശ്നമൊന്നുമല്ല. കാരണം ഇതിപ്പോൾ നമ്മളെ വീട്ടിലിരുന്നിട്ട് നമ്മുടെ പാഷന് ഒരു ബിസിനസ്സാക്കി മാറ്റാണല്ലോ. നമുക്ക് ഇഷ്ടമുള്ളതുകൊണ്ട് നമ്മൾ ചെയ്യണമെന്നല്ലേ ഉള്ളൂ, അല്ലാതെ ഒരു ഫുൾ ടൈം ജോബായിട്ടൊന്നല്ലല്ലോ ചെയ്യണത്. പിന്നെ അതിന് എന്തെങ്കിലും ഏണിങ്സ് കിട്ടാനും കൂടെ വേണ്ടിയാണ്. കാരണം നമ്മളെ ചെറിയ ചെറിയ ആവശ്യങ്ങൾക്കൊക്കെ അത് യൂസ്ഫുൾ ആവുമല്ലോ. സോ അങ്ങനെ ഒരു പാഷനും അതിനുള്ള ടാലൻറ്റും നമുക്കുണ്ടെന്നുണ്ടെങ്കിൽ അത് ഇതേപോലെ ഒരു സ്മോൾ ബിസിനസ്സായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ പ്രശ്നമൊന്നുമില്ല, നല്ല കാര്യം തന്നെയാണ്. പക്ഷേ ഞാൻ മുന്നേയൊക്കെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ പ്രോഡക്റ്റ്സ് നമുക്ക് വേറൊരാൾക്ക് ധൈര്യമായിട്ട് സെയിൽ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് നമുക്ക് വേണം. ആ ഒരു ലെവലിൽ എത്തിയിട്ട് വേണം നിങ്ങൾ സെയിൽ ചെയ്യാനൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ. പിന്നെ ഈ ഏജിൻ്റെയും ക്ലാസ്സിൻ്റെയൊക്കെ കാര്യം പറയുമ്പം നമ്മൾ ഫസ്റ്റ് പ്രയോറിറ്റി എപ്പോഴും സ്റ്റഡീസിന് വേണം കൊടുക്കാൻ. നിങ്ങളൊരു സ്റ്റുഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ എന്തായാലും സ്റ്റഡീസ് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ സമയം കൊടുക്കേണ്ടതുള്ളൂ. കാര്യം എപ്പോഴും സ്റ്റഡീസിന് തന്നെയാണ് ഫസ്റ്റ് പ്രയോറിറ്റി വേണ്ടത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കിട്ടുന്ന കുറച്ച് ഫ്രീ ടൈംസിലൊക്കെ നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാം, അതിനൊന്നും പ്രശ്നമല്ല. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ തന്നെ കൂടുതൽ ഫോക്കസ് കൊടുക്കേണ്ടത് നമ്മുടെ എഡ്യൂക്കേഷൻ തന്നെയാണ്. ഇപ്പം ഇങ്ങനെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ട് അതിൽ നമുക്ക് ഏണിങ്സും കാര്യങ്ങളൊക്കെ കിട്ടി തുടങ്ങുമ്പം ഫോർ ഷുവർ നമുക്ക് അതിനോട് തന്നെ കാരണം കൂടുതൽ ഇൻട്രസ്റ്റ് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതൽ നേരം സ്പെൻഡ് ചെയ്യാൻ പോണതും അതിന് വേണ്ടിയിട്ട് തന്നെ ആയിരിക്കും. അപ്പോൾ നമ്മുടെ ബാക്കിയുള്ള സ്റ്റഡീസുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഡിലേ ആവാനും അതിൽ ഫോക്കസ് കുറയാനൊക്കെ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് സ്റ്റഡീസിൻ്റെ ഒപ്പം തന്നെ ആ ഒരു രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ധൈര്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾ വേണ്ടത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുകയും നല്ല രീതിയിൽ പഠിക്കുകയും ചെയ്താൽ മാത്രമേ ഫ്യൂച്ചറിൽ നമുക്ക് അതിൻ്റെ ഒരു ഇത് കാണാൻ പറ്റുള്ളൂ. കാരണം കുറേ കഴിഞ്ഞ് പഠിച്ചാൽ മതിയേനു എന്നുള്ളൊരു റിഗ്രറ്റ് വരരുത്, അതുകൊണ്ടാണ് പറയുന്നത്. അങ്ങനെ ആ സമയം കൊണ്ട് തന്നെ ഞാൻ പോളറോയിഡ്സ് ഒക്കെ കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനായി പോയിട്ടുണ്ട്. അപ്പോൾ കുറേ കാലമായിട്ടോ പാൻ കേക്ക് ഉണ്ടാക്കിയിട്ട്, അതുകൊണ്ട് ഇന്ന് പാൻ കേക്ക് തന്നെ ആക്കാമെന്ന് കരുതി. ഓട്സ് വെച്ചിട്ടാണ് കേട്ടോ ചെയ്യണത്. അതിന് ആദ്യം ഓട്സ് ഇതേപോലെ ഒന്ന് പൊടിച്ചിട്ടാണ് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കണത്. ഇതല്ലാതെ നേരെ എല്ലാം ഒരു ബ്ലെൻഡറിൽ ഇട്ടിട്ട് വേണമെങ്കിലും മിക്സ് ചെയ്യാം. ഇനി ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ ഈ വലിയ ജാറിലിട്ടിട്ടാണ് കേട്ടോ മിക്സ് ചെയ്യണത്. ഈ പൊടിച്ചിട്ടുള്ള ഓട്സും ഒരു മുട്ടയും പിന്നെ നല്ലോണം പഴുത്തിട്ടുള്ള ഒരു പഴമാണ് കേട്ടോ എടുക്കുന്നത്. പിന്നെ ഇതെല്ലാം മിക്സ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള പാലും കൂടെ ഒഴിച്ചിട്ട് നല്ല പേസ്റ്റാക്കി എടുക്കുകയാണ് ചെയ്യണത്. പിന്നെ പഞ്ചസാര വേണ്ടവർക്ക് ആഡ് ചെയ്യാം, ഞാനിപ്പോൾ ഇട്ടിട്ടില്ല. ഇനി സാധാരണ ചെയ്യണ പോലെ തന്നെ ഒരു പാനിൽ ആവശ്യത്തിനനുസരിച്ച് ഒഴിച്ചിട്ട് ഇങ്ങനെ ചുട്ടെടുക്കുകയാണ് ചെയ്യണത്. പിന്നെ ഇതിൽ ഓയിലും ബട്ടർ അങ്ങനത്തെ സാധനങ്ങളൊന്നും ഈ ചുടുന്ന സമയത്ത് ആവശ്യമില്ല കേട്ടോ. വേണമെങ്കിൽ ചേർക്കാം, പക്ഷേ ഇട്ടിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല. അതൊഴിച്ച് കുറച്ച് സമയം കഴിയുമ്പോൾ തന്നെ ഇങ്ങനെ ബബിൾസ് പോലെ വരും. അപ്പോൾ ഇത് മറിച്ചിട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഞാനൊരു കോഫിയും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ കിവി ഉണ്ടായിരുന്നു കേട്ടോ വാങ്ങിയത്. അപ്പോൾ അതും കൂടെ ഇതിൽ ജസ്റ്റ് കട്ട് ചെയ്ത് വെക്കുകയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഫ്രൂട്ടാണ് കേട്ടത്. പക്ഷേ ഭയങ്കര എക്സ്പെൻസീവ് ആയതുകൊണ്ട് തന്നെ എപ്പോഴൊന്നും വാങ്ങൽ നടക്കില്ല. എപ്പോഴെങ്കിലും ഇതേപോലെ റയറായിട്ടേ വാങ്ങുള്ളൂ. ചില സമയത്ത് പ്രൈസ് കുറച്ച് കൂടുതലേ, കാരണം 180 വരെയൊക്കെ ഉണ്ടാവും കേട്ടോ ഒരു ബോക്സിന്. അതിലാണെങ്കിൽ ആകെ 3 കിവീസേ ഉണ്ടാവുള്ളൂ. ചിലപ്പം കുറച്ച് റേറ്റ് കുറഞ്ഞൊക്കെ സമയം ഉണ്ടാവും, 100 90 ഒക്കെ ആവും, 70 ഒക്കെ ആവും. അപ്പോൾ ആ സമയത്താണ് ഞാൻ വാങ്ങലുള്ളത്. പിന്നെ പാൻ കേക്കിന് എടുത്ത പഴത്തിൽ ഒരു പീസ് ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ഇതിൻ്റെ കൂടെ കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. പിന്നെ ഒരു ഭംഗിക്കും കുറച്ചും കൂടെ ടേസ്റ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് തേനും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു.
അതൊക്കെ കഴിഞ്ഞ് പിന്നെ അടുക്കളയിൽ വന്നപ്പം ഇതൊക്കെ ഉണ്ടാക്കാൻ യൂസ് ചെയ്ത കുറേ പാത്രം ഒക്കെ ഉണ്ടായിരുന്നു കഴുകി വെക്കാൻ. അപ്പോൾ അതൊക്കെ ചെയ്യാണ്. എനിക്ക് സാധാരണ ഈ കുക്ക് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ക്ലീൻ ചെയ്ത് പോകാനാണ് കേട്ടോ ഇഷ്ടം. അതാകുമ്പോൾ കഴിഞ്ഞാൽ പിന്നെ വലിയ പണിയൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഈ വീഡിയോ എടുക്കുമ്പോൾ അത് അത്ര നടക്കില്ല. കാരണം ഈ ക്യാമറേൻ്റെ സ്റ്റാൻഡും എല്ലാം അടുക്കളയിലാവുമല്ലോ. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരുമ്പെങ്ങാനും തട്ടി വീണാലോ എന്നൊക്കെ വിചാരിച്ചിട്ട് അതെല്ലാം കഴിഞ്ഞിട്ടാണ് കേട്ടോ പിന്നെ ചെയ്യാം. പിന്നെ അത് മാത്രമല്ല, നോർമലി നമ്മളൊരു 5 മിനിറ്റ് എടുത്തിട്ട് ചെയ്യുന്ന റെസിപ്പിയാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ എടുക്കുമ്പോൾ എങ്ങനെയായാലും അതൊരു 20 മിനിറ്റ് ആവും. അതിൻ്റെ ഇടയ്ക്ക് ക്ലീനിങ്ങും കൂടെ നടക്കില്ല. അല്ലാന്നുണ്ടെങ്കിൽ അപ്പം തന്നെ അങ്ങനെ ചെയ്ത് പോയാൽ മതി. അങ്ങനെ പാത്രമൊക്കെ കഴുകി അവിടെയൊക്കെ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം പിന്നെ ഞാൻ തിരിച്ച് റൂമിൽ തന്നെ വന്നിട്ടുണ്ട്. ഇനി ഡെസ്കും കൂടെ ഒന്ന് ക്ലീൻ ചെയ്യണ്ട കേട്ടോ. ജസ്റ്റ് ഇതേപോലെ വെള്ളമാക്കിയിട്ട് ഒന്ന് തുടച്ചു കൊടുക്കണേ ഉള്ളൂ. അപ്പം ഇവിടുന്ന് ഫുഡൊക്കെ കഴിക്കണോണ്ട് തന്നെ അപ്പം ക്ലീൻ ചെയ്യണം. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ എനിക്കിതൊന്നും കൂടെ വൈറ്റ് അടിച്ച് കൊടുക്കണം എന്നുള്ളത്. പക്ഷെ ഇപ്പം മഴയൊക്കെ പെയ്യാൻ തുടങ്ങിയോണ്ട് തന്നെ ഇത് ഉണങ്ങാൻ എത്ര സമയം എടുക്കും എന്നറിയില്ല. ഈ എനാമൽ പെയിൻറ്റ് ഉണങ്ങാൻ കുറച്ചധികം സമയം എടുക്കും. അതാലോചിച്ചിട്ടാണ് കുറച്ച് ഡിലേ ആവണത്. 2 ദിവസമൊക്കെ എടുക്കുകയാണെങ്കിൽ എല്ലാ സാധനങ്ങളും ഇതിൽ നിന്ന് മാറ്റി വെച്ചിട്ട് അത്രയും ഞാൻ വെയിറ്റ് ചെയ്യണ്ടേ. അപ്പോൾ മഴ കുറയാൻ നോക്കട്ടെ കരുതി നിൽക്കുകയാണ്. ഇനി ഞാൻ നേരത്തെ ചെയ്ത വർക്ക് ബാക്കി ചെയ്യാണ് കേട്ടോ. നേരത്തേൻ്റെ ബാക്കിയല്ല, ബാക്കി പോളറോയിഡ്സ് കട്ട് ചെയ്യാണ്. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്ന ട്രൈപോഡിൻ്റെ റിവ്യൂ ചെയ്യുമോ എന്ന് കുറച്ചധികം കമൻസ് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ ചെയ്യാത്തതിൻ്റെ കാര്യം, ഒന്നാമത് അത് ഞാൻ ഫസ്റ്റ് ടൈം വാങ്ങിയ ട്രൈപോഡല്ല കേട്ടോ. എനിക്ക് തോന്നുന്നത് 3ാമത്തെ പ്രാവശ്യത്തെ വാങ്ങിയിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇത് കുറച്ച് ക്വാളിറ്റിയുള്ള സാധനമാണ്. ഞാൻ കുറച്ചധികമായി യൂസ് ചെയ്യണത്. പക്ഷേ ഇപ്പം അതിമെന്ന് ചെറിയൊരു പാർട്ട് ഇളകി പോന്നിട്ടുണ്ട്. ഇളകി പോകുന്നതല്ല, പൊട്ടിയതാണ്. അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ അതിൻ്റെ റിവ്യൂ ചെയ്യണോ വേണ്ടേ എന്നുള്ളൊരു ഡൗട്ടിലാണ് ഞാൻ. പ്രോഡക്റ്റ് നല്ല തന്നെയാണ്. എനിക്ക് യൂസ് ചെയ്തിട്ട് നല്ല ഇഷ്ടമായിട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് റിവ്യൂ ആയിട്ട് വേണോ വേണ്ടേ എന്നുള്ളത് പറയട്ടോ. വേണമെന്നാണെങ്കിൽ ഞാൻ അത് വെച്ചിട്ട് തന്നെ അങ്ങനെ ചെയ്യാം. പോളറോയിഡ്സൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഈ ഡ്രോയറിൽ അങ്ങനെ ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ റൂമൊക്കെ ഒന്ന് അടിച്ചുവാരി ക്ലീൻ ചെയ്യണേ. ഈ കട്ട് ചെയ്തിട്ടുള്ള പോളറോയിഡ്സിൻ്റെ പീസ് തന്നെയാണ് കൂടുതലും ഉള്ളത്. ക്ലീൻ ആക്കുന്നതിൻ്റെ മുന്നേ ആയതുകൊണ്ടാണ് കേട്ടോ ഞാൻ നിലത്തേക്ക് ഇട്ടിട്ടുള്ളത്. അല്ലെങ്കിൽ ഡസ്റ്റ്ബിന്നിലാണ് ഇടുക. അടിച്ചുവാരി കഴിഞ്ഞതിന് ശേഷം കംപ്ലീറ്റ് ആയിട്ടൊന്ന് തുടക്കുന്നതും കൂടെ ഉണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പോയി ഫ്രഷ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് കേട്ടോ ഫുഡ് കഴിക്കണത്. ഈ ഒരു വീഡിയോ ഞാനൊരു വെള്ളിയാഴ്ചയാണ് കേട്ടോ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അന്ന് സ്പെഷ്യലായിട്ട് നല്ല ബീഫ് വരട്ടിയതും മോരൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് നല്ല രീതിയിൽ തന്നെ ചോറൊക്കെ തിന്നു. പിന്നെ ഞാൻ കുറച്ച് നേരം എഡിറ്റ് ചെയ്യാനായിട്ട് ഇരുന്നിട്ടുണ്ട്. യൂട്യൂബ് വീഡിയോസ് തന്നെയാണ് കേട്ടോ ചെയ്യണത്. ഞാൻ ഇൻഷോട്ടിലാണ് എഡിറ്റ് ചെയ്യലുള്ളത്. എല്ലാം ഇൻട്രോ ആണെങ്കിലും പിന്നെ വീഡിയോ ആണെങ്കിലും എല്ലാം ഇൻഷോട്ടിൽ തന്നെയാണ്. ഇങ്ങനെ ഉച്ചക്ക് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടുള്ള സമയമാണ് കേട്ടോ ഇപ്പം ഞാൻ എഡിറ്റ് ചെയ്യാനിരിക്കലുള്ളത്. കാരണം ആ നേരത്ത് അധികം വലിയ പണിയൊന്നും ഇപ്പോൾ ചെയ്യാൻ തോന്നില്ല. ഒന്നെങ്കിൽ വെറുതെ ഫോണിൽ എന്തെങ്കിലും സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ വെറുതെ കിടക്കുകയൊക്കെയാണ് ചെയ്യലുള്ളത്. ഇപ്പോൾ ഞാനങ്ങനെ ആ സമയത്താണ് അധികം എഡിറ്റ് ചെയ്യലുള്ളത്. അങ്ങനെ കുറച്ച് നേരം എഡിറ്റ് ചെയ്ത് പിന്നെ കുറച്ച് നേരം ഞാൻ വേറെ ഫോണിൽ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഫുൾ ടൈം ഇങ്ങനെ എഡിറ്റിങ്ങും വർക്കും മാത്രമൊന്നുമല്ല, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ ഇടയിൽ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഈ ബാക്കി ചെയ്യാനുണ്ടായിരുന്നല്ലോ, അപ്പോൾ അത് കട്ട് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ച് വന്നതാണ്. ഈ ഫോട്ടോസ് വെച്ചിട്ട് ഒരു ആൽബം പോലെയാണ് ചെയ്യാനുള്ളത്. അപ്പം ഇതിൽ അധിക ഫോട്ടോസും ഇങ്ങനെ ലാൻഡ്സ്കേപ്പ് മോഡിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്.
അതുകൊണ്ട് തന്നെ ഞാൻ ആൽബത്തിൻ്റെ ഷേപ്പും അങ്ങനെ ആക്കാമെന്നാണ് വിചാരിക്കുന്നത്. കാരണം കൂടുതലും ഇങ്ങനെയാണല്ലോ. പിന്നെ ലാൻഡ്സ്കേപ്പ് മോഡിലുള്ള ഫോട്ടോസ് വെച്ച് പോളറോയിഡ് ചെയ്യലും കുറച്ച് ബുദ്ധിമുട്ടാണ്. ഒന്നെങ്കിൽ നമ്മളത് ചെരിച്ചിട്ട് വെക്കണം. അപ്പോൾ പോളറോയിഡ്സ് ചെരിച്ചിട്ട് പിടിക്കുമ്പോൾ ഒരു ഇതില്ലല്ലോ കാര്യം. ഇതിൻ്റെ ആ ഒരു വൈറ്റ് പോർഷൻ വരുന്നത് നേരെ താഴെയല്ലേ. അതല്ലെങ്കിൽ ഞാൻ ഇതിൻ്റെ സൈസ് ഒന്ന് ചെറുതാക്കിയിട്ട് ബാക്ക്ഗ്രൗണ്ട് ആ സെയിം ഇമേജ് തന്നെ ഒന്ന് നല്ലോണം ബ്ലർ ചെയ്തിട്ട് കൊടുക്കും. ഇതിപ്പോൾ പിന്നെ പ്രശ്നമല്ല, കാരണം നോർമൽ ഇമേജ് ആയിട്ടാണല്ലോ ഞാൻ എടുത്തിട്ടുള്ളത്. ഈ ഒരു വൈറ്റ് ബോർഡർ 4 സൈഡിലും കൊടുക്കുന്നുണ്ട് കേട്ടോ, ചെറിയ രീതിയിൽ. അങ്ങനെ ഇത് കട്ട് ചെയ്യണത് ഷൂട്ട് ചെയ്തുകൊണ്ട് നിൽക്കണതിൻ്റെ ഇടയിലാണ് കേട്ടോ ഫോണിൽ സ്പേസ് കഴിഞ്ഞു, സ്റ്റോറേജ് ഫുള്ളായി എന്ന് പറഞ്ഞിട്ട് ഷൂട്ട് ചെയ്യണത് ഓഫായത്. പിന്നെ ഞാൻ കുറേ നേരം അയിമലിരുന്നു, കാരണം എനിക്കതൊന്ന് ഫ്രീ ആക്കിയാലല്ലേ ഇനി ബാക്കി ചെയ്യണ കാര്യങ്ങൾ വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ എന്നുള്ളതുകൊണ്ട്. ഡൈൻ മൈ ലൈഫ് ആയതുകൊണ്ടാണ്. വേറെ ഏതെങ്കിലും വീഡിയോ ആണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു, പിന്നെ എപ്പോഴെങ്കിലും ചെയ്യാന്നുള്ള രീതിയിൽ മാറ്റിയേക്കാം. പക്ഷേ ഇത് അങ്ങനെയല്ലല്ലോ. ഇതിപ്പോൾ കൺസിസ്റ്റൻ്റ്ലി ഇങ്ങനെ ഡേ ഇൻ മൈ ലൈഫ് ഷൂട്ട് ചെയ്യണോണ്ടാണ് കേട്ടോ. കാരണം അതിന് അത്യാവശ്യം നല്ല സ്പേസ് വേണം, കുറേ ഉണ്ടാവുമല്ലോ. പിന്നെ എനിക്കാണെങ്കിൽ അവിടെയും ഇവിടെയൊന്നും എടുത്താൽ മതിയാവില്ല. ഞാൻ എടുക്കുന്നത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ എടുക്കും, എന്നിട്ട് പിന്നെ ലാസ്റ്റ് കട്ട് ചെയ്ത് കളയുകയും ചെയ്യും. അങ്ങനെ പിന്നെ ഞാൻ സ്റ്റോറേജൊക്കെ ഉണ്ടാക്കി എല്ലാം സെറ്റാക്കിയിട്ട് രാത്രിയാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് പിന്നെ ഒന്നും ചെയ്തിട്ടില്ല. ആ ഫോട്ടോസ് കട്ട് ചെയ്തത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ഞാൻ പറഞ്ഞല്ലോ ഇതൊരു ആൽബം പോലെ ചെയ്യണം എന്നുള്ളത്. അപ്പോൾ അതിനുള്ള എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം ഇന്ന് ചെയ്തിട്ട് ഉറങ്ങാമെന്ന് കരുതി. എന്നാൽ പിന്നെ നാളെ എനിക്ക് ബാക്കി ചെയ്യാൻ കുറച്ച് ഇൻട്രസ്റ്റ് ഉണ്ടാവും. ഈ ഒരു ബ്രൗൺ ഷീറ്റ് യൂസ് ചെയ്തിട്ടാണ് കേട്ടോ അത് ചെയ്യണത്, ബേസ് കൊടുക്കണത്. അപ്പം അത് ആവശ്യമായിട്ടുള്ള സൈസിൽ കട്ട് ചെയ്ത് വെക്കുകയാണ്. ടോട്ടൽ 35 ഫോട്ടോസ് ഉണ്ട്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള അത്രയും ക്വാണ്ടിറ്റി കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഒരു ഷീറ്റിൽ ഒരു ഫോട്ടോ ജസ്റ്റ് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക, അത്രയേ ഉള്ളൂ കേട്ടോ. വേറെ സ്റ്റിക്കേഴ്സോ കോഡ്സോ അങ്ങനെയൊന്നും ചെയ്യണില്ല. ഒരു ഷീറ്റിൻ്റെ 2 സൈഡിലും വരുന്ന രീതിയിലും കൂടെയാണ് ചെയ്യണത്. സോ ടോട്ടൽ 35ൻ്റെ ഹാഫ് 18 മതി, കാരണം ഒന്ന് കവർ പേജിനും കൂടെ വേണം. അതിൽ നിന്നൊരു പോളറോയിഡ് വെച്ച് നോക്കിയിട്ട് പിന്നെ സൈഡിലൊക്കെ എത്ര വേണം എന്നുള്ളതൊക്കെ ഏകദേശം നോക്കിയിട്ട് അങ്ങനെയാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്യണത്. കൂടുതൽ സ്പേസ് വേണ്ട, 1.5 സെൻറ്റിമീറ്റർ 1 സെൻറ്റിമീറ്റർ ഒക്കെ മതി. അങ്ങനെ ഫുള്ളായിട്ട് വരച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ ഓരോന്നായിട്ട് കട്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു ടൈപ്പ് ആൽബം കുറേ കാലമായിട്ട് എനിക്കിങ്ങനെ ചെയ്ത് നോക്കണം എന്നുണ്ടായിരുന്നു കേട്ടോ. കുറേ മുന്നേ ഞാൻ എനിക്കിങ്ങനെ മനസ്സിലുണ്ടായിരുന്നു ജസ്റ്റ് ഒരു പോളറോയിഡ് മാത്രം ബ്രൗൺ പേപ്പറിൽ സ്റ്റിക്ക് ചെയ്തിട്ട് സ്പൈറൽ അല്ലെങ്കിൽ റിങ് ആഡ് ചെയ്തിട്ടൊക്കെ ചെയ്യണം എന്നുള്ളത്. പക്ഷേ ആ ഒരു ടൈപ്പിന് ഓർഡർ കിട്ടിയാലല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഈ ഒരു കസ്റ്റമർ ജസ്റ്റ് നോർമൽ പോളറോയിഡ്സ് വേണമെന്ന് പറഞ്ഞിട്ടാണ് ഫസ്റ്റ് കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്നാൽ പിന്നെ ഒരു ആൽബം പോലെ ചെയ്തു തരുമോ, റിങ് ആൽബം പോലെ ചെയ്തു തരുമോ എന്ന് ചോദിച്ചു. അപ്പോൾ റിങ് ആൽബം എന്ന് പറയുമ്പോൾ സാധാരണ നമ്മൾ ഫോട്ടോസിന് റിങ് ആയിട്ട് കൊടുക്കുന്നതാണല്ലോ. അപ്പോൾ അവർക്കിങ്ങനെ ബേസ് ആയിട്ട് ഇതേപോലെ ബ്രൗൺ കളറിൽ എന്തെങ്കിലുമൊക്കെ മതി എന്ന് പറഞ്ഞപ്പോഴാണ് ഇതെങ്ങനെ ചെയ്യാമെന്നുള്ള ഐഡിയ വന്നത്. അപ്പോൾ പോളറോയിഡ്സ് ആകുമ്പോൾ ചിലപ്പോൾ അത്ര വൃത്തിയിൽ കിട്ടൂല, കാരണം ഞാൻ പറഞ്ഞല്ലോ ഫോട്ടോസൊക്കെ ലാൻഡ്സ്കേപ്പാണ്. സോ ഞാൻ അങ്ങോട്ട് സജസ്റ്റ് ചെയ്തതാണ് കേട്ടോ ഇത് ഈ രീതിയിൽ ചെയ്യാം, ഫോട്ടോസ് പോളറോയിഡ്സ് ആക്കണ്ട എന്നുള്ളതൊക്കെ. ഹൊറിസോണ്ടലായിട്ട് തന്നെ ആൽബം സെറ്റ് ചെയ്യുക എന്നുള്ളതൊക്കെ ഞാൻ അങ്ങോട്ട് പറഞ്ഞതാണ്. കിട്ടേണ്ടത് കിട്ടിയിട്ടില്ലെങ്കിൽ ചോദിച്ച് വാങ്ങാമെന്നൊക്കെ പറയില്ലേ, അതേപോലെ ഞാൻ ചോദിച്ച് വാങ്ങിയിട്ടുള്ളതാണ് കേട്ടോ ഈ ഒരു ടൈപ്പ് ആൽബം ചെയ്യട്ടെ എന്നുള്ളത്. നിങ്ങൾക്കും അങ്ങനെ തന്നെ എന്തെങ്കിലും ഐഡിയ മനസ്സിലുണ്ട്, കുറേ കാലമായിട്ട് ചെയ്ത് നോക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു ചാൻസ് കിട്ടുകയാണെങ്കിൽ അതിന് പറ്റിയ ക്ലയൻറ്റിനെയും കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും നിങ്ങളെ സജഷൻസ് ഷെയർ ചെയ്യണോണ്ട് കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ചോദിക്കാമല്ലോ. പറ്റുകയാണെങ്കിൽ നമുക്ക് ചെയ്യാമല്ലോ, ഇനിയിപ്പോൾ പറ്റിയിട്ടില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ലല്ലോ. അങ്ങനെ കംപ്ലീറ്റ് ആയിട്ടും കട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ ഫോട്ടോസും കൂടെ ഓരോന്നായിട്ട് സ്റ്റിക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത് ആക്ച്വലി ഇന്ന് ചെയ്യണമെന്നുള്ള പ്ലാൻ എനിക്കില്ലായിരുന്നു. ഞാൻ കരുതിയത് നാളെ ഇരുന്ന് ചെയ്തിട്ട് മറ്റന്നാൾ കൊറിയർ ചെയ്യാമെന്നാണ്. പക്ഷേ പിന്നെയാണ് എനിക്ക് ബോധം വന്നത് ശനിയാഴ്ചയാണ് നാളെ, അത് കഴിഞ്ഞിട്ട് ഞായറാഴ്ച സൺഡേ ആണ്. അപ്പോൾ അന്നെന്തായാലും ഈ DTDCയും പോസ്റ്റ് ഓഫീസൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ പിന്നെ എനിക്ക് മൺഡേ ഡിസ്പാച്ച് ചെയ്യാൻ പറ്റുള്ളൂ. സോ അത്രയും നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതെത്താൻ വേണ്ടി ലേറ്റ് ആവും. അതുകൊണ്ട് നാളെ തന്നെ കൊറിയർ ചെയ്യൽ മസ്റ്റാണ്. അപ്പോൾ പിന്നെ കഴിയണ അത്രയും ഇന്ന് രാത്രി ചെയ്തിട്ട് നാളെ പാക്ക് ചെയ്ത് കൊറിയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ പിന്നെ ഈ ഫോട്ടോസൊക്കെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നത്. എനിക്ക് ചിലപ്പം അങ്ങനെ പറ്റലുണ്ട്, ഓർമ്മയില്ലാതെ ചിലപ്പോൾ എന്തെങ്കിലും അവധിയുള്ള ദിവസം അല്ലെങ്കിൽ ഇതേപോലെ സൺഡേക്ക് ആണെന്നുള്ളൊരു ഓർമ്മയില്ലാതെ ഞാൻ ആ ഒരു പ്ലാനിൽ അങ്ങനെ ചെയ്തു പോകും. പിന്നെ ലാസ്റ്റ് മിനിറ്റിലാണ് ബോധം വരിക, പിന്നെ ഒരു തിരക്കിയ കാര്യം എല്ലാം കൂടെ അപ്പം ഇരുന്ന് ചെയ്യും. ഇതിപ്പോൾ അത്യാവശ്യം നല്ല ലേറ്റ് ആയിട്ടുണ്ട്, കാരണം ഉച്ചയ്ക്ക് ഞാൻ ഇരുന്ന് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പ്രശ്നമല്ലേനു, ഈ ഒരു സമയമാകുമ്പോഴത്തേനും എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതാ വീഡിയോ എടുക്കണോണ്ട് തന്നെ എനിക്ക് ചെയ്യണതും ബാക്കി എടുക്കണം എന്നുള്ളൊരു ഇതുള്ളതുകൊണ്ട് ഞാനപ്പം ബാക്കി ചെയ്തില്ല. അങ്ങനെ ഫോട്ടോസ് കംപ്ലീറ്റ് ആയിട്ട് സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ പെൻസിൽ യൂസ് ചെയ്ത് മാർക്ക് ചെയ്തിട്ടാണല്ലോ ഇത് കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പം ഈ സൈഡിലൊക്കെ ആയിട്ട് പെൻസിലിൻ്റെ അടയാളം ഉണ്ടായിരുന്നു. സോ അതൊക്കെ ഞാൻ നല്ലോണം മായ്ച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ബൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയ സൈസിലുള്ള സ്ക്രാപ്പ് ബുക്ക് റിംഗ് ആണ് കേട്ടോ യൂസ് ചെയ്യണത്. ഈ ഒരു സൈഡിലായിട്ട് 2 എണ്ണം അങ്ങനെയാണ് ആഡ് ചെയ്യണത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഓരോ ഷീറ്റും ഇതേപോലെ കറക്റ്റ് മെഷർമെൻറ്റ്സ് ഒക്കെ നോക്കിയിട്ട് 2 ഹോൾ വീതം ഇട്ട് കൊടുക്കുന്നുണ്ട്.
പിന്നെ സ്കൂൾസൊക്കെ റീഓപ്പൺ ചെയ്തല്ലോ, അപ്പം നിങ്ങൾക്ക് അതുമായിട്ട് റിലേറ്റ് ആയിട്ടുള്ള എന്തെങ്കിലും വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യും കേട്ടോ. ഏത് ടൈപ്പ് കണ്ടൻസ് ആണ് വേണ്ടത് എന്നുള്ളത് സജസ്റ്റ് ചെയ്താൽ മതി. നമുക്ക് പറ്റുന്നതാണെങ്കിൽ അതൊക്കെ ചെയ്യാം. അതായത് സ്റ്റഡീസുമായിട്ട് റിലേറ്റ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്റ്റുഡൻറ്റ് എഡീഷനിൽ വരുന്നത്. പിന്നെ കറൻ്റ്ലി ഞാനിപ്പോൾ ഒരു സ്റ്റുഡൻറ്റ് അല്ലാത്തതുകൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കണ്ടൻസ് വേണം കേട്ടോ സജസ്റ്റ് ചെയ്യാൻ. അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ഹോൾ ഇട്ടതിന് ശേഷം ഇനിയിപ്പം ഓരോന്നും ഇഷ്ടമുള്ള രീതിയിലൊന്ന് അറേഞ്ച് ചെയ്തിട്ട് ഈ ഒരു റിങ്ങിൽ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഈ ഫോട്ടോസിൽ ഫുള്ളായിട്ടും ലാൻഡ്സ്കേപ്പ് അല്ല കേട്ടോ, ഇടയ്ക്കിടയ്ക്ക് ഓരോ പോർട്രേറ്റ് മോഡലുള്ള ഫോട്ടോസും ഉണ്ട്. സോ അത് ഞാനങ്ങനെ ചെരിച്ചിട്ട് തന്നെ സ്റ്റിക്ക് ചെയ്യാണ് ചെയ്യണത്. എൻ്റെ റിങ്ങൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് പ്രിൻ്റ് ചെയ്യാൻ പോയ സമയത്ത് ഞാൻ ഇതിന് വേണ്ടിയിട്ട് 2 സ്ക്രാപ്പ് ബുക്ക് റിങ് വാങ്ങിയതാണ് കേട്ടോ. ചെറുതാണ് വാങ്ങിയത്. എൻ്റെ ഒരു മനസ്സിലുണ്ടായിരുന്നത് ചെറുത് തികയും മതിയാവും എന്നുള്ളതാണ്. പക്ഷേ ഇതിങ്ങനെ ആഡ് ചെയ്ത സമയത്താണ് എനിക്ക് ഇതിൻ്റെ ജസ്റ്റ് മുകളിലുള്ള സൈസ് വാങ്ങിയാൽ മതിയായിരുന്നു എന്ന് തോന്നിയത്. കാരണം ഇത് കൊള്ളണുണ്ട്, ഓക്കെയാണ്. പക്ഷേ അതാണെങ്കിൽ ഒന്നും കൂടെ ഫ്രീ ആയിട്ട് നിന്നിരുന്നു എന്ന് തോന്നി. പിന്നെ ഡെസ്ക് ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അതും ഒന്ന് പെട്ടെന്ന് ചെയ്യുന്നുണ്ട്. So if you are mainly recording outside, then a lighting kit isn't really essential unless you're in very low lighting. You can utilize the sun in the natural lighting to... ഇതാണ് അപ്പം കംപ്ലീറ്റ് ആയിട്ടുള്ള ലുക്ക്. നല്ല ഭംഗിയുണ്ട് കേട്ടോ ചെയ്ത് കഴിഞ്ഞപ്പം. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. ഞാൻ കുറേ കാലമായിട്ട് ചെയ്യണമെന്ന് വിചാരിച്ചൊരു ടൈപ്പും കൂടെ ആണല്ലോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പോയിട്ട് ഫുഡ് കഴിക്കുന്നുണ്ട്. കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട് കേട്ടോ കഴിക്കാൻ. ഞാൻ അത് കംപ്ലീറ്റ് ചെയ്തിട്ട് പോകാമെന്ന് കരുതി നിന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. ഇനി നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണും വരെ ബൈ.